ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർച്ച് 27 നമ്മളെ ലാലേട്ടൻ്റെ എമ്പുരാൻ ലൂസിഫർ സെക്കൻഡ് പാർട്ട് എമ്പുരാൻ ഇറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഷോ തന്നെ ബുക്ക് ചെയ്തില്ലേ? യെസ്, ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഞങ്ങൾ ചാടിപ്പിടിച്ചു. പക്ഷെ എന്നിട്ടും സെർവർ ഡൗൺ ആയിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ശ്രമിച്ചതിന് ശേഷമാണ് എന്താ പറയാ, അത് സെൻട്രലല്ല സെൻട്രലല്ല, അതായത് ബുക്കിംഗ് ഓപ്പൺ ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യാൻ നേരത്തെ 9 മണിക്ക് ബുക്കിംഗ് ഓപ്പൺ ആവുമല്ലോ. 9 മണിക്ക് ബുക്കിംഗ് ഓപ്പൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ സമയവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ബുക്കിംഗ് കിട്ടുന്നില്ല. ലാസ്റ്റ് പേയ്മെന്റിന്റെ സിറ്റുവേഷനിലൊക്കെ എത്തുന്ന സമയത്താണ് ക്രാക്ക് ആയിട്ട് റീഫ്രഷ് ആയി പോകുന്നത്. 10:30ക്കാണ് ലാസ്റ്റ് ബുക്ക് ചെയ്തത് 3 ടിക്കറ്റ്, ഏകദേശം മിഡിൽ ഫ്രണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് കിട്ടിയത് 3 ടിക്കറ്റ് കൈരളി സെറിയില്. അപ്പൊ അത് കോഴിക്കോട് എത്തണം. കോഴിക്കോട് എത്തണം. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു ഫസ്റ്റ് ടൈം 4:30 പുലർച്ചെ 4:30. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഷോ നമ്മൾ കാണുന്നത്. അത് ഇത്ര നേരത്തെ അല്ലേ? പൊളിച്ചിങ്ങളിൽ കൊണ്ട് പോയിട്ടുണ്ട്. പുലർച്ചയ്ക്കൊന്നും പോയില്ല. ജവാൻ സിനിമയ്ക്ക് ഞങ്ങൾ പോയത് ഫസ്റ്റ് ഷോ ഈ പറഞ്ഞ 8 മണിക്കോ 8:30 എങ്ങാണ്ട് അങ്ങനെ പോയി. ഇത്ര പുലർച്ചയ്ക്കൊന്നും ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് പുലച്ചയ്ക്ക് ഒരു സിനിമയ്ക്ക് പോകുന്നത്. തണുത്ത് വരച്ച് എമ്പുരാൻ. അപ്പോ എന്താ പറയാ, ഇനിയിപ്പോ തിയേറ്ററിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ? അവിടെ തിരക്കോ കാര്യങ്ങളൊക്കെ. ഈ കുരിപ്പുണ്ട് അവിടെ. അപ്പൊ ഞങ്ങള് 3 കൂടെ പോവല്ലേ? പോയാലോ? നല്ല അവിടെ തന്നെ രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങി മാറ്റി നിൽക്കാണ്. അതെ, മോഹൻലാലിന്റെ സിനിമയില്. അപ്പൊ ലാലേട്ടന്റെ സിനിമയില് നല്ല ഭക്തിയോടുകൂടെ കാണണം നമ്മള്. ഇവരെ സ്കൂളിൽ പോകുമ്പോഴും പോലും കുളിക്കാറില്ല. അപ്പൊ എന്നാ പോയാലോ? ഓക്കെ. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയ പാടെ തന്നെ നമ്മളെ ആക്ടർ അശ്വിനേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്സും പുലർച്ചെ 5 മണിയാകുമ്പോൾ തന്നെ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്ന് നേരെ പിന്നെ സിനിമ ഉള്ളിലേക്ക് കയറി. ഞങ്ങളെ വീക്ഷണകോണകം തെറ്റിക്കായി. 5 മണിക്ക് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ വെച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ തിയേറ്ററിന്റെ എൻട്രിയിൽ കയറിയ സമയത്ത് തന്നെ ഒരു കോഴിക്കോട് ജില്ല മൊത്തം ഉണ്ട് അവിടെ നിരന്ന് നിൽക്കുന്നത്. അങ്ങനെ അവരും ഞങ്ങൾ തിയേറ്റർ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ തുറന്ന് എല്ലാവരും തിയേറ്ററിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. ഞങ്ങളും കയറി അങ്ങോട്ട് ഇരുന്നു. പടത്തിന് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഏട്ടന് വെച്ചാണെങ്കിൽ ഓരോരോ കോപ്രായങ്ങളും കാണിച്ച് കുത്തിരിക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് തിയേറ്ററിന്റെ അകത്തുള്ള സീറ്റ് മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി സിനിമ തുടങ്ങാനുള്ള കാത്തിരിപ്പാണ് എല്ലാവരും. അങ്ങനെ എമ്പുരാൻ ഡയറക്ടഡ് ബൈ പൃഥ്വിരാജ്. ഞങ്ങളിപ്പോൾ സിനിമ കണ്ടപ്പോൾ കൂടെ എത്തിയതേ ഉള്ളൂ. സിനിമ ഞങ്ങൾ ആദ്യമായിട്ടാണ് എന്താ പറയുക ഇത്രയും പുലർച്ച ഫസ്റ്റ് ഷോ ഹൗസ്ഫുള്ളായിട്ട് കാണുന്നത്. ഇത്രയും പ്രൊഫഷണൽ കാത്തിരുന്നിട്ട്. അല്ല, ഹൗസ്ഫുൾ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ആണ്, ഞാൻ ആദ്യമായിട്ടാണ് പുലർച്ചയൊക്കെ പോയിട്ട് ഫസ്റ്റ് ഷോ കാണുന്നത്. പുലർച്ചയ്ക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ സിനിമ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ സിനിമ ഒന്നും പറയല്ല, അടിപൊളിയാണ്. എന്താ പറയുക, നമ്മളെ ഡയലോഗ് കൊണ്ടാണെങ്കിലും ഡയലോഗ് പൃഥ്വിരാജ് കലക്കിയില്ലേ? ഡയലോഗ് ഡെലിവറി എനിക്ക് കുറച്ചും കൂടെ പൃഥ്വിരാജിന്റെ ഡയലോഗ് മീൻസ് പുള്ളിക്കാരൻ സ്ക്രീനിൽ കുറച്ചേ ഉള്ളൂ. അതായത് കുറച്ചൊരു പടത്തിന്റെ ഒരു 15-20 മിനിറ്റ് പുള്ളിക്കാരൻ പെർഫോമൻസ് ഉള്ളൂ. പക്ഷേ ഉള്ളതും വളരെ കിടുക്കാക്കിയിട്ട് പൃഥ്വിരാജ് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയെക്കുറിച്ചൊന്നും ഇങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ലാലേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ 4/1 ഭാഗം മാത്രമേ, അത് ഓൾറെഡി അറിയാം, മീൻസ് ഓൾറെഡി ഔട്ട് ആയിട്ടുള്ള ലീക്ക് ആയിട്ടുള്ള ന്യൂസാണ്. ഇല്ല, ഇത് ഫുള്ളില്ല. ശരിക്കും 2 മണിക്കൂറിൽ ഒരു 10-1/2 മണിക്കൂർ മാത്രമേ മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്തേ മാത്രമേ ലാലേട്ടൻ്റെ പെർഫോമൻസ് ഉള്ളൂ. ബാക്കി ഫുൾ സിനിമ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എന്താ പറയുക, ഫൈറ്റ് എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് വർക്കായില്ല. ഫൈറ്റ് എനിക്ക് ഓക്കെയാണ്, പക്ഷെ കുറച്ചും കൂടെ ക്ലൈമാക്സ് ഫൈറ്റ് കുറച്ചും കൂടെ ആവാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ബാക്കി എല്ലാം അടിപൊളിയായിട്ട്. പിന്നെ നമ്മളെ എന്താ പറയുക, എമ്പുരാൻ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ, സുരാജ് ഏട്ടൻ, നമ്മളെ സലാർ സിനിമയിലെ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലമായിട്ട് അഭിനയിച്ച അവനാണ് കാർത്തിക് അങ്ങനെ എന്തോ ആണ് പയ്യന്റെ പേര്. അവന്റെ പെർഫോമൻസ് അടിപൊളിയാണ്, കിടിലം പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. നമ്മളെ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള ഒരു ഹിന്ദിക്കാരൻ പുള്ളിക്കാരനൊക്കെ ഉണ്ട്. പുള്ളിക്കാരനും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു. പുള്ളിക്കാരനും അടിപൊളിയായിരുന്നു. ഡയലോഗ് ഡെലിവറിയും എല്ലാം അടിപൊളിയായിരുന്നു. അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും കിടുക്കായിട്ട് തന്നെ നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും സ്റ്റണ്ട് ആണെങ്കിലും സ്റ്റണ്ട് ഓക്കെയാണ്, പക്ഷേ ക്ലൈമാക്സ് ഫൈറ്റിൽ കുറച്ചും കൂടെ ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ. മ്യൂസിക് ബിജിഎം ഒക്കെ അത്യാവശ്യം കൊള്ളാം, അടിപൊളിയാണ്.
ഒരു എടുപ്പുണ്ട് വരുമ്പോ ഒക്കെ. മാസ് സീനൊക്കെ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. മ്യൂസിക് വൈസ് നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. പിന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമയെ കുറിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ചില പ്രത്യേകതകളുണ്ട് ഈ സിനിമയ്ക്ക്. ഒന്നാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമ ക്യാമറയിലല്ലാതെ ഐഫോണിലും അതുപോലെ തന്നെ ഗോപ്രോയിലും ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐമാക്സ് ഫോർമാറ്റിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന മലയാളം സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഐമാക്സ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് മലയാളം സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു ഷോട്ട് പോലും ഇതിനകത്ത് സ്റ്റാറ്റിക് ആയിട്ട് വെച്ചിട്ടുള്ളൊരു ഒരു ഷോട്ട് പോലും ഇല്ല. എല്ലാ ഷോട്ടുകളും ഇങ്ങനെ മൂവ്മെൻ്റ് ആണ്. ഈ അറ്റ്ലീസ്റ്റ് ഒരു ഷോട്ട് വെക്കുക, ഒരു ക്യാരക്ടറിനെ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ എടുക്കുകയാണെങ്കിൽ പോലും അത് മുന്നോട്ടോ ബാക്കോട്ടോ ഒന്നെങ്കിൽ ഒരു ബാക്ക് ആൻഡ് ഫ്രണ്ട് മൂവ്മെൻറ്റ്, എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. മറ്റ് ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് സ്റ്റാറ്റിക് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഷോട്ട് പോലും ഇതിനകത്തില്ല. പിന്നെ പടത്തിൻ്റെ അകത്ത് നിങ്ങൾ ലൂസിഫറിൻ്റെ എല്ലിൻ്റെ റെഫറൻസ് ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ എല്ലിൻ്റെ റെഫറൻസ് പലയിടങ്ങളിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പടം ഒരുപാട് രാജ്യങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. എല്ലാ ഷോട്ടുകളും എല്ലാ എന്താ പറയുക ഫ്രെയിംസുകളും അടിപൊളിയായിട്ട് വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മുടെ രാജുവേട്ടൻ. അപ്പം ഓൾറെഡി പുള്ളിനെ കുറിച്ച് വലിയ ഹൈപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൂസിഫറിലാണെങ്കിലും ബ്രോഡാഡി സിനിമയാണെങ്കിലും നമുക്കറിയാവുന്നതാണ്, ഫ്രെയിംസ് കൊണ്ടും ആക്ടിങ് കൊണ്ടും ഒക്കെ അടിപൊളിയായിട്ട്, ഡയറക്ഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ചിത്രീകരിച്ച രണ്ട് സിനിമകളാണ് ഇവ രണ്ടും. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ മികവും നമുക്ക് എമ്പുരാനിലും കാണാനായിട്ട് പറ്റും. എമ്പുരാൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബേസിക്കലി പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൈറ്റിന്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് എന്താ പറയുക, ഞാൻ കൂടുതലായിട്ട് ഹൈപ്പ് എടുത്ത് ഈ കൂടുതൽ പ്രതീക്ഷയുള്ള പ്രശ്നമാണത്. വേറെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഫൈറ്റൊക്കെ അടിപൊളിയാണ്. പക്ഷെ കുറച്ചും കൂടെ ഒരു പരിപാടി ആക്കാമായിരുന്നു എന്നുള്ളത് മാത്രമേ, വേറെ ഒന്നുമില്ല. പക്ഷേ ഈ പ്രായത്തിലും നമ്മുടെ ലാലേട്ടൻ എൻ്റെ പൊന്നെ, അതിൽ ഈ പറഞ്ഞ എനിക്ക് 26-27 വയസ്സാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓവർ വെയിറ്റാണ്, ഞാൻ ഓവർ വെയിറ്റാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഹൈറ്റിൽ, എൻ്റെ ഒരു നെഞ്ചിൻ്റെ ഹൈറ്റിൽ എനിക്ക് കാല് പൊന്തിച്ച് കഴിഞ്ഞാൽ നടുവിളുക്കും ഉറപ്പാ. പക്ഷേ ഈ പ്രായത്തിലും ലാലേട്ടൻ ആ ഫൈറ്റിൻ്റെ അകത്ത് ഈ ഗുണ്ടകളെ ചവിട്ടി തെറിപ്പിക്കുന്നതും കാലെടുത്ത് പൊക്കി അടിക്കുന്നതും എൻ്റെ പൊന്നെ, ഈ പ്രായത്തിൽ എൻ്റെ പൊന്നെ ലാലേട്ടൻ നമിച്ചു. ഒന്നും പറയല്ല. രാജുവേട്ടനും കൊള്ളാം, എൻ്റെ രാജുവേട്ടന് പറയരുത്. രണ്ടാളും നന്നായിട്ട് കിടക്കിയിട്ടുണ്ട്. സിനിമ ബേസിക്കലി അടിപൊളിയാണ്. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം, അടിപൊളിയാണ്. അതെ, ഓൺലി ഓൺ തിയേറ്റർ എക്സ്പീരിയൻസ്. മൊബൈലിൽ കണ്ടാൽ അത് എത്രത്തോളം വർക്കാവും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തിയേറ്റർ ആയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ അല്ലേ, അടുത്ത എപ്പിസോഡുമായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.